ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ വന്നിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീനാണ്, ഒരു കല്യാണത്തിനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാം. സോറി. അപ്പോൾ നമുക്ക് മേക്കപ്പ് ഇട്ട് ചെയ്യണം, പിന്നെ ജ്വല്ലറി ഐറ്റംസ് ഇടണം. മാല ഞാൻ ഇട്ടായിരുന്നു. ഫസ്റ്റ് തന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യാം. അപ്പോൾ ഫൗണ്ടേഷൻ നമ്മൾ ഇടുക. കുളിക്കലേ വരും, തീരാറായി. ഡോട്ട് ഇടാം. ഇനി ബ്രഷ് വെച്ചിട്ട് നന്നായി ഇതാക്കാം കേട്ടോ. നമുക്കൊന്നത് കൈ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മിനെ എന്ത് ചെയ്യും? ഐ മേക്കപ്പ് ചെയ്ത് ഐലൈനർ ഞാൻ എടുത്തിട്ട് വരാവേ. ഓക്കെ ഗൈസ്, ഐലൈനർ കിട്ടിയിരിക്കുന്നു. ഐലൈനർ ഇത് ബ്ലൂ ഐലൈനറാണ്. ബ്ലാക്ക് ഐലൈനർ തീർന്നു. ബ്ലൂ ഐലൈനറാണ്. കാല് മുട്ട് പൊട്ടിയിരിക്കുകയാണ്. കൈ കിടന്ന് വിറയ്ക്കാണ് ഗൈസ്. ഓക്കെ, അടുത്ത കണ്ണിൽ എഴുതാം. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം? ഐഷാഡോ ഇടാം. കുറച്ച് ഉണക്കട്ടെ. ഓക്കെ, അപ്പം നമുക്കിനി ഐഷാഡോ ഇടാം. അന്നത്തെ നമുക്ക് ഫേസ് മേക്കപ്പിലേക്ക് പോകട്ടെ. ശരിക്കുള്ള ബ്രഷ് കാണുന്നില്ല. അപ്പം നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതല്ലല്ലോ ഞാൻ യൂസ് ചെയ്യണം, ഞാൻ എടുത്തിട്ടുണ്ട്. അതും കാണുന്നില്ല ഗൈസ്. അപ്പം നമുക്ക് ഇത് തന്നെയാണ് ഉപകാരം. ഇതുണ്ടോ നോക്കട്ടെ. ഇല്ല ഗൈസ്. അപ്പം നമുക്ക് ഇതന്നെ, ഇതിൽ ഞാൻ എടുക്കുന്ന ഷെയ്ഡ് ഈ ഷെയ്ഡാണ് കേട്ടോ. ഈ ഷെയ്ഡാണ് ഞാൻ എടുക്കണം. ഇത് കുറച്ച് ലൈറ്റാണ്. എനിക്ക് ലൈറ്റ് വെയിറ്റ് ആണ് ഭയങ്കര ഇഷ്ടം. അടുത്ത കണ്ണിലിടാം. കൺമഷി ഒന്ന് സ്പ്രെഡായി ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അവിടെ ഈ ഐഷാഡോ വെച്ച് കവർ ചെയ്യാൻ നോക്കട്ടെ. ഓക്കെ,
നമുക്ക് ബ്ലഷ് ഇടാം ഗൈസ്. ഇത് ബ്ലഷ് ഇടണ ബ്രഷ് എടുത്തിട്ടുണ്ട്. ഈ ഷെയ്ഡാണ് കേട്ടോ ഞാൻ എടുക്കണ ബ്ലഷ്. എൻ്റെ മകം മൊത്തം സിൽക്ക്. ഓക്കെ, ഓക്കെ, നമുക്കിനി അടിയത്തെ കണ്ണ് എഴുതാട്ടോ. നമ്മൾ എഴുതിയിട്ടുണ്ട്. നമുക്കിന്നെ എന്ത് ചെയ്യണം? പിന്നെ എന്തോന്നുള്ള ഐബ്രോ ഷെയ്ഡിങ്. അതിനൊരുപാട് ചെറിയ സംഭവമുണ്ട്. അതാണില്ലെങ്കിൽ നമുക്ക് വേറെ കമ്മീഷ എടുക്കാം. അത് ഉണ്ടാവേണ്ടതാണല്ലോ. അപ്പോൾ നമുക്ക് ഐബ്രോ ഷെയ്ഡ് ചെയ്യാം. ഇത് വെച്ചിട്ട് ചെയ്യാം. ഇനി പരസ്യം ചിലവർക്ക് വന്നിട്ടുണ്ടാവും, ഒക്കെ കണ്ടോളൂ. ഐബ്രോ ഇങ്ങനെ കട്ടിയായി എഴുതണ ഇഷ്ടമില്ല. കട്ടിയാവും ഗൈസ്. അത് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കോംബ് ചെയ്യണം. ഇഷ്ടായില്ല ഗൈസ്. ഐബ്രോയിസ് കോളായി. ഞാൻ ഒരു സ്പ്രേ അടിച്ചിട്ട് ആക്കാന്ന് വിചാരിച്ചു. ഒരു ഇതാണ് കേട്ടോ. ഇതാക്കാന്ന് വിചാരിച്ചു. ഓക്കെ, കുഴപ്പമില്ല, സില്ല. അപ്പോൾ നമുക്കിനി അടുത്തത് ലിപ്സ്റ്റിക് ഇടാം അല്ലേ, ലിപ് ലൈനർ ഇടാം. ലിപ് ലൈനറും കൺമഷിയുടെ മുടി സെയിം ആയതുകൊണ്ടേ കൺമഷി. ഇത് ലിപ് ലൈനർ ഫസ്റ്റ് എടുത്ത് തന്നെ കൺമഷിയാണ്. മോനില്ല ഗൈസ്. നമുക്കിനി ലിപ്സ്റ്റിക് ഇടാം. ലിപ്സ്റ്റിക് എടുത്തിട്ട് നമുക്കിനി അതിൻ്റെ ബ്രഷ് എടുക്കാം. ഡാർക്കായോ? കുറച്ച് തുടച്ചാലോ കേട്ടോ.
ഓക്കെ, നമുക്കിന്ന് എന്ത് ചെയ്യണം? മുടി ഒന്ന് ശരിയാക്കാം. ബ്രഷ്, കോമ്പ്, ബാക്കിയുള്ള ഏരി ഈ ഭാഗം ഒന്ന് ഏരിയ മതി. ഞാൻ നേരത്തെ ഏരി വെച്ചായിരുന്നു. ഹെയർ ബാൻഡ് വെക്കാം. നല്ല ക്യൂട്ട് ഹെയർ ബാൻഡാണ്. ഒന്നുകൂടി ശരിയാവാനില്ലേ? നമുക്ക് കയ്യിൽ വള വാച്ച് അങ്ങനത്തെ ഒക്കെയാണ്. ഇതെങ്ങനെ ഇടാന്ന് വെച്ചാൽ ഇതിങ്ങനെയല്ല, ഇങ്ങനെ പിടിച്ചിട്ട് കൈ ഒരയും, അത് നമ്മൾ സഹിക്കേണ്ടി വരും. അത് നമുക്ക് വാച്ച് കെട്ടാം. ഇപ്പോൾ സമയം 7:19. ടൈം ശരിയാണോ അല്ല എനിക്കറിയണേ, ഞാൻ നോക്കട്ടെ. വാച്ച് കെട്ടാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ. എല്ലാവർക്കും ബൈ ബൈ.